ഇതിന് റവ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ റവ ഉപ്പുമാവ് ആൾ കഴിക്കില്ല. എന്നാൽ ഇഡലി അവൻ്റെ ഫേവറേറ്റും ആണ്. എങ്കിൽ പിന്നെ റവ വെച്ചൊരു അടിപൊളി ഇഡലി ആക്കിയാലോ. ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞാൽ റവ ഇഡലി വിത്ത് നേർച്ചട്നിയാണ് കേട്ടോ. അതിന് വേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മല്ലിയില, അത് കണക്കന്നെ പൊട്ടുകടല, നമ്മുടെ ചനാദാൽ, പിന്നെ നമ്മുടെ ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ എണ്ണയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കുക. റവ നല്ല രീതിയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യുക. അതിലേക്ക് നമ്മളിതാ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇതിന് കൊടുക്കുന്ന ഡിഷ് ആയതുകൊണ്ട് പച്ചക്കറികൾക്കൊന്നും ഒട്ടും കുറവ് വരുത്താറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എത്ര അളവിലാണോ റവ എടുത്തത് അത്ര അളവിൽ തന്നെ തൈരും കൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് വേവിച്ച് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റവ ഇഡലി റെഡിയാണ്. വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഇതിലേക്ക് സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു തൈര് ചേർത്താൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഇഡലി റെഡിയാവും. നമുക്ക് എന്താണെങ്കിലും കുട്ടികൾക്കൊക്കെ കൊടുക്കണ്ടല്ലേ. ഇനിയിപ്പോൾ റവ ഇഡലി റെഡിയായി. ഇതിന്റെ കൂടെ എന്ത് കഴിക്കും? നമുക്ക് അടിപൊളി ഒരു നീർച്ചട്നി ആയാലും 1 കപ്പ് തേങ്ങയിലേക്ക് കുറച്ച് ചനാദാൽ, നമ്മുടെ പൊട്ടുകടലയും കൂടെ ആഡ് ചെയ്ത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും എണ്ണയിൽ മൂപ്പിച്ചെടുത്ത പച്ചമുളകും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് മിക്സിയിലിട്ടൊന്ന് നല്ല രീതിയിൽ അടിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി നീർ ചട്നി റെഡിയായി ഗൈസ്.